സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. ഈ ഭൂമി ദുർബലർക്കുള്ളതല്ല. ഇവിടെ അതിജീവനം സാധ്യമാകണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കരുത്തുള്ളവരായിരിക്കണം. ഏത് സാഹചര്യങ്ങളോടും പൊരുതി ജീവിക്കുന്നവർക്കേ നിലനിൽപ്പുള്ളൂവെന്ന് ചുരുക്കം. അത് മനുഷ്യനുൾപ്പെടെ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും ബാധകമായ നിയമമാണ്. ഇന്ത്യയുടെ ഇരട്ടി വലിപ്പമുള്ള ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിക്കപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലെ 8 രാജ്യങ്ങളും ഫ്രാൻസിന്റെ അധീനതയിലുള്ള ഫ്രഞ്ച് ഗയാനയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ മഴക്കാടുകൾക്ക് 67 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ആമസോൺ നദിയുടെ വിഷ്ടിപ്രദേശങ്ങളാണ് ഈ നിബിഡ വനങ്ങൾ. 60% വനമേഖലയും ബ്രസീലിലാണ്. 13% പ്രദേശം പെറുവിലും 10% കൊളംബിയയിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ബൊളീവിയ, ഇക്വഡോർ, ഗയാന, സുരിനാം, വെനസ്വേല എന്നിവയാണ് മറ്റ് രാജ്യങ്ങൾ. ജൈവ വൈവിധ്യത്തിന്റെ കലവറ കൂടിയാണ് ഈ കാടുകൾ. 30 ലക്ഷത്തോളം ജീവജാലങ്ങൾ, 16,000 സ്പീഷീസിലായി 39,000 കോടി മരങ്ങൾ, 350 ഗോത്രവിഭാഗങ്ങളിലായി 3 കോടി ജനങ്ങളും ഇവിടെ പാർക്കുന്നു. ഇങ്ങനെ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയാൽ നിങ്ങൾ എന്തു ചെയ്യും? എത്രനാൾ നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാനാകും? കാലുറപ്പിച്ച് നടക്കാൻ പോലുമാകാത്ത ഒരു കുഞ്ഞ് ഈ കൊടും കാട്ടിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു വന്നാലോ? അതെ, മനുഷ്യൻ ഒരു അത്ഭുതമാണ്. ഏത് സാഹചര്യത്തോടും പൊരുതി ജയിക്കാനുള്ള നമ്മുടെ ഈ കഴിവാണ് ലോകത്തെ സ്വന്തം കാൽച്ചുവട്ടിൽ നിർത്താൻ നമ്മെ പ്രാപ്തരാക്കിയത്. 11 മാസം മുതൽ 13 വയസ്സുവരെ പ്രായമുള്ള 4 കുട്ടികൾ ആമസോൺ കാട്ടിലെ ഏതോ ഒരു ഭാഗത്ത് അകപ്പെട്ടു പോകുന്നു. അവരെ കണ്ടെത്താൻ ആഴ്ചകൾ നീളുന്ന രക്ഷാദൗത്യം. കുട്ടികളുടെ മൃതദേഹമെങ്കിലും കണ്ടെത്താനാകുമോ എന്ന് പോലും അറിയാതെ ദൗത്യസംഘം. അവർക്ക് മുന്നിലേക്ക് 40 ദിവസങ്ങൾക്ക് ശേഷം ഒരു പോറൽ പോലും ഏൽക്കാതെ ആ കുട്ടികൾ പുഞ്ചിരിയോടെ എത്തുന്നു. സസ്പെൻസും ത്രില്ലറും നിറഞ്ഞ സിനിമ പോലെ ഒരു കഥ. 2023 മെയ് 1 കൊളംബിയൻ ആമസോൺ മേഖലയിൽപ്പെടുന്ന ഹ്യൂട്ടോട്ടായ് ഗോത്ര വിഭാഗത്തിൽ നിന്ന് 33-കാരിയായ മഗ്ദലിന മുക്കോട്ടോയും 4 മക്കളും അരാരക്കുരയിൽ നിന്ന് സാൻഹോസിലേക്ക് യാത്ര തിരിക്കുന്നത്. 11 മാസം പ്രായമുള്ള ക്രിസ്റ്റിൻ, 4 വയസ്സുകാരൻ ടിൻ നോറിൽ, സൊളേമി എന്ന 9-കാരൻ, ലെസ്ലി എന്ന 13-കാരി എന്നിവരായിരുന്നു മഗ്ദലനയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. അരാരക്കുരയിൽ നിന്നും പുറപ്പെട്ട സെസ്ന 206 വിമാനത്തിൽ ഇവർ 5 പേരും പൈലറ്റും കോ പൈലറ്റും അടക്കം 7 പേരാണ് ഉണ്ടായിരുന്നത്. യാത്ര 350 കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കും എഞ്ചിൻ തകരാർ എന്ന പൈലറ്റിന്റെ മുന്നറിയിപ്പ് വന്നു. തൊട്ടു പിന്നാലെ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. വിമാനത്തിൽ നിന്നുള്ള വിവരങ്ങളും നിലച്ചു. പിന്നീട് വിമാനത്തിൽ നിന്നുള്ളവരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അന്വേഷണങ്ങൾക്കൊടുവിൽ ആമസോൺ വനത്തിനുള്ളിൽ വിമാനം തകർന്നു വീണു എന്ന വിവരമാണ് ലഭിച്ചത്. അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ തന്നെ ഏറെ പണിപ്പെട്ടു. ഒരു വിമാനം തകർന്നാൽ, അതും ആമസോൺ വനത്തിനുള്ളിൽ തകർന്നു വീണാൽ, അതിൽ ജീവന്റെ ഒരു തുടിപ്പെങ്കിലും അവശേഷിക്കുമെന്ന പ്രത്യാശ പോലും വെറുതെയാണ്. ഇതുതന്നെയാകും രക്ഷാദൗത്യത്തിന് പോയ സംഘത്തിന്റെയും മനസ്സിലുണ്ടായിരുന്നിരിക്കുക. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു ചാരക്കൂമ്പാരമായി മാറിയ വിമാനത്തിൽ നിന്നും അവർ അറിഞ്ഞത്. അവശിഷ്ടങ്ങൾക്കിടയിൽ മഗ്ദലനയുടെയും പൈലറ്റിന്റെയും കോ പൈലറ്റിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. പക്ഷേ അവരുടെ 4 മക്കളുടെ മൃതദേഹങ്ങൾ അവിടെയില്ല. ദൗത്യസംഘം ചുറ്റുപാടെല്ലാം അരിച്ചു പെറുക്കിയെങ്കിലും കുട്ടികളെ കണ്ടെത്താനായില്ല. പിന്നീട് നടന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാദൗത്യങ്ങളിൽ ഒന്നായിരുന്നു. ഒപ്പം ലോകം സാക്ഷിയായ ഏറ്റവും മനോഹരമായ അതിജീവന കഥയും. തിരച്ചിലിനൊടുവിൽ കുട്ടികൾ അപകടത്തിൽ മരിച്ചിട്ടില്ലെന്ന് ദൗത്യസംഘത്തിന് ഉറപ്പായി. പിന്നീട് അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളായിരുന്നു. 40 നാൾ നീണ്ടുനിന്ന മഹായജ്ഞം. തിരച്ചിലിൽ കുട്ടികൾ ജീവനോടെയുണ്ടെന്നതിന്റെ സൂചനകൾ കൊളംബിയൻ സംഘത്തിന് ലഭിച്ചുകൊണ്ടേയിരുന്നു. നിബിഡ വനത്തിൽ എവിടെയോ തങ്ങളെ കാത്ത് അവർ ഉണ്ടെന്ന പ്രതീക്ഷ ദൗത്യസംഘത്തിന് ഊർജം പകർന്നിരിക്കണം. മെയ് 16 രക്ഷാദൗത്യത്തിനിറങ്ങിയ സൈന്യത്തിന്റെ നായയാണ് 11 മാസം പ്രായമുള്ള ക്രിസ്റ്റിന്റെ ഫീഡിംഗ് ബോട്ടിൽ അപകട സ്ഥലത്ത് നിന്ന് ആദ്യം കണ്ടെത്തുന്നത്. ഇവിടെ നിന്ന് 2.5 കിലോമീറ്റർ അകലെ മരങ്ങൾക്കിടയിൽ നിന്ന് ഒരു ജോഡി ഷൂസും ടവലും സൈന്യം കണ്ടെത്തി. തുടർന്നാണ് സൈനിക ജനറൽ പെഡ്രോ സാഞ്ചസിന്റെ നേതൃത്വത്തിൽ 160 സൈനികർ ചേർന്ന് ഓപ്പറേഷൻ ഹോപ്പ് തുടങ്ങുന്നത്. അതെ, പ്രതീക്ഷയുടെ തിരച്ചിൽ തന്നെയായിരുന്നു അത്. ആദ്യഘട്ടത്തിൽ ഗോത്രവിഭാഗക്കാരായ തദ്ദേശവാസികളും സൈന്യത്തിനൊപ്പം തിരച്ചിലിനുണ്ടായിരുന്നു. തിരച്ചിലിനിടയിൽ പലതരത്തിലുള്ള വെല്ലുവിളികളാണ് കൊളംബിയൻ സൈന്യം നേരിട്ടത്. അറിയുന്നതും അറിയാത്തതുമായ പലതരം ജീവികളിൽ നിന്നുണ്ടായേക്കാവുന്ന വെല്ലുവിളി, നിർത്താതെ പെയ്യുന്ന മഴ, ഇതിനെല്ലാം പുറമെ സായുധരായ മയക്കുമരുന്ന് സംഘങ്ങളുടെ സാന്നിധ്യം.
ഇതെല്ലാം നിറഞ്ഞതായിരുന്നു കുട്ടികൾ അകപ്പെട്ടിരിക്കാമെന്ന് കരുതുന്ന പ്രദേശം. ചിലയിടങ്ങളിൽ മയക്കുമരുന്ന് മാഫിയകളുടെയും ഗറില്ലകളുടെയും ഒളിസങ്കേതങ്ങൾ സൈനികർ തിരച്ചിലിനിടയിൽ കണ്ടെത്തിയിരുന്നു. ഈ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് ആ 4 കുട്ടികളിൽ ഒരാളെങ്കിലും ബാക്കിയുണ്ടാകുമോ എന്ന ആശങ്ക ഒരു വശത്ത്. ഇതേ വെല്ലുവിളികൾ തരണം ചെയ്ത് സംഘത്തിന് കുട്ടികളെ കണ്ടെത്താനാകുമോ എന്ന അനിശ്ചിതാവസ്ഥ മറ്റൊരു വശത്ത്. പുറം ലോകവുമായി ബന്ധമില്ലാതെ ആവശ്യത്തിന് ഭക്ഷണവും അതിജീവനത്തിനായുള്ള പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത 40 ദിവസങ്ങൾ. ഈ 40 ദിവസം ഈ 4 കുട്ടികൾ എങ്ങനെ കഴിഞ്ഞു? പറയുമ്പോഴും കേൾക്കുമ്പോഴും രക്തം ചൂടുപിടിക്കുന്ന ആ വിജയഗാഥ എങ്ങനെയായിരുന്നിരിക്കും? കാടിനെ അറിഞ്ഞു വളർന്ന മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച അറിവായിരുന്നു ആ കുട്ടികളെ സംരക്ഷിച്ചത്. കാടിനെ അറിഞ്ഞും മനസ്സിലാക്കിയും വളർന്ന കുട്ടികളെ പ്രകൃതി തന്നെ സംരക്ഷിച്ചുവെന്ന് പറയാം. കൂട്ടത്തിലെ മൂത്ത കുട്ടി ലെസ്ലിക്ക് വെറും 13 വയസ്സ് മാത്രമാണ് പ്രായം. വിത്തുകളും വേരുകളും കായ്കനികളും ഇലകളും കഴിച്ചാണ് ഇവർ ജീവൻ നിലനിർത്തിയത് എന്ന് നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് ഇൻഡിജനസ് പീപ്പിൾസ് ഓഫ് കൊളംബിയ പറയുന്നു. കാട്ടിലെ കായ്കനികളിലും വേരുകളിലും ഇലകളിലും ഭക്ഷ്യയോഗ്യമായവ ഏതെന്ന ഇവരുടെ അറിവാണ് അതിജീവനം സാധ്യമാക്കിയത്. ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ മുതൽ മാതാപിതാക്കളിൽ നിന്ന് പ്രകൃതിയെ അറിഞ്ഞ കുട്ടികളെ പ്രകൃതി ഗർഭപാത്രത്തിൽ എന്ന പോലെ സംരക്ഷിച്ചു. അതായിരുന്നു അവരുടെ അതിജീവനത്തിന്റെ രഹസ്യം. തകർന്ന വിമാനത്തിൽ നിന്ന് ലഭിച്ച മരച്ചീനി പൊടിയും തിരച്ചിലിനായി നിയോഗിക്കപ്പെട്ട ഹെലികോപ്റ്ററുകളിൽ നിന്നും താഴേക്കെറിഞ്ഞു കൊടുത്ത ഭക്ഷണ പൊതികളുമാണ് കുട്ടികളുടെ അതിജീവനത്തിന് സഹായകമായത്. ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ഒരു സ്ഥലത്ത് തന്നെ നിലയുറപ്പിക്കാതെ ആ കുട്ടികൾ 40 ദിവസം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൗത്യസംഘം കുട്ടികളെ കണ്ടെത്തുമ്പോൾ ലെസ്ലി 1 വയസ്സ് തികയാത്ത സഹോദരനെ കയ്യിൽ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. 2 കുട്ടികൾ നിലത്ത് കിടക്കുന്നു. രക്ഷാപ്രവർത്തകരെ കണ്ടതോടെ അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയ കുട്ടികൾ ആദ്യം പറഞ്ഞത്, ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി എന്നായിരുന്നു. ദൗത്യത്തിനിടയിൽ കൊടും കാട്ടിൽ കുട്ടികൾ ജീവനോടെ ഇരിക്കാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞ് പലരും പാതി വഴിയിൽ മടങ്ങി. എന്നാൽ സൈനിക ജനറലിന്റെ ഉറച്ച തീരുമാനവും പ്രതീക്ഷയുമാണ് ഓപ്പറേഷൻ ഹോപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയത്. കുട്ടികളെ കണ്ടെത്താനായി ദിവസങ്ങളോളം അവർ കാട്ടിലൂടെ അലഞ്ഞു. ഒന്ന് ഓർത്തു നോക്കൂ, ആ കുട്ടികളോ അവരെ തിരഞ്ഞിറങ്ങിയ ദൗത്യസംഘമോ ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ തങ്ങളുടെ പ്രതീക്ഷയും നിശ്ചയദാർഢ്യവും കൈവിട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നിരിക്കും? ആമസോൺ കാട്ടിൽ ഹെലികോപ്റ്റർ തകർന്ന് 7 അംഗ സംഘം മരിച്ചു. 3 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നൊരു ചെറിയ തലക്കെട്ടിൽ ആ സംഭവം അവസാനിക്കുമായിരുന്നു. ആരും ആ കുട്ടികളെ കുറിച്ച് അറിയുമായിരുന്നില്ല. 3 കാര്യങ്ങളാണ് കുട്ടികളുടെ ജീവൻ നിലനിർത്തിയതെന്നാണ് സൈനിക ജനറൽ പറയുന്നത്. ഒന്നാമത്, ജീവൻ നിലനിർത്താനുള്ള കുട്ടികളുടെ നിശ്ചയദാർഢ്യം. രണ്ടാമതായി, ആ കുട്ടികൾ പ്രകൃതിയെ മനസ്സിലാക്കിയ ഗോത്രവിഭാഗത്തിൽ നിന്നുള്ളവരാണെന്നത്. മൂന്നാമത്, അവർക്ക് കാടിനെ അറിയാം. അതെ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. പ്രകൃതിയും മനുഷ്യനും ഉണ്ടായ കാലം മുതലുള്ള പൊക്കിൾക്കൊടി ബന്ധം ആ കുട്ടികളുടെ കുടുംബം അറുത്തുമാറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല. പ്രതീക്ഷയുടെ തിരച്ചിലെന്നാണ് ദൗത്യസംഘം ഈ ഓപ്പറേഷന് പേരിട്ടത്. അതിൽ പോലും പ്രകൃതിയുടെ അദൃശ്യ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കും. പ്രതീക്ഷയും നിശ്ചയദാർഢ്യവുമാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതെന്ന പരമമായ സത്യമാണ് കൊടുംകാട്ടിൽ നിന്നും പുഞ്ചിരിയോടെ പുറത്തിറങ്ങിയ ആ 4 കുട്ടികൾ ലോകത്തോട് പറഞ്ഞത്.